ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ കറി മുരിങ്ങക്കായ പരിപ്പ് മാങ്ങിയിട്ട് വയ്ക്കണം. പിന്നെ ഇന്നലത്തെ ഇടിയഞ്ചൊക്കെ കുറച്ച് വേവിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അത് ഉപ്പേരിയാക്കണം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ മുരിങ്ങക്കായ, മാങ്ങ, സവാള ഇതൊക്കെ നന്നാക്കി അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് പരിപ്പ് അടുപ്പത്തിടാം. ഉപ്പ് കഴുകിയിട്ടു. അതിലേക്ക് മുരിങ്ങക്കായ ഇടുന്നു, മാങ്ങ ഇടുന്നു, സവാള ഇടുന്നു, പാകത്തിന് ഉപ്പിടുന്നു, മഞ്ഞപ്പൊടി, മുളകും പൊടി, പിന്നെ ഇടുന്നു, പച്ചമുളക് ഇടുന്നു. അപ്പോൾ അത് മൂടി വെച്ച് വേവട്ടെ. പരിപ്പ് അപ്പുറത്തടുപ്പത്ത് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചക്കര ഇടിയഞ്ചക്ക കാച്ചാം. ഇന്നലെ വേവിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാ. അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ കാഞ്ഞു, ഉള്ളികൾ ഇടണം. വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, ഉള്ളി മുരിഞ്ഞു, മുളക് ഇടണം, നാളികേരം, ഒരു ഇത്തിരി ഉപ്പും പൊടി ഇടണം. മറ്റേതിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് ചക്കയിൽ. അപ്പോൾ ചക്ക ഉലർത്തിയെടുത്തുള്ളത് കൈ കൊണ്ട് കുടച്ചെടുത്തു. അതിൽ ശരിയാണ്. നമ്മുടെ ചക്കുപ്പേര് റെഡിയായി. ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ചക്കുപ്പേരി ഉണ്ട്. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള നാളികേരം അരയ്ക്കാം നമുക്ക്. നല്ല ജീരകം, ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. അരച്ചെടുക്കട്ടെ. നമ്മുടെ കറി വെന്തു. അതിൽ നാളികേരം അരച്ചത് ഒഴിക്കാം. പോരാത്ത വെള്ളം ഒഴിക്കണം. കറി തിളയ്ക്കണ നേരം കൊണ്ട് പപ്പടം വറുക്കാം. പപ്പടം വറുത്ത് കഴിഞ്ഞു. നമുക്ക് പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ കടുകിടാം. വറ്റൽമുളക് ഇടുന്നു, വേപ്പിൻ്റെ ഇല ഇടുന്നു, കടുക് കാച്ചി. നമ്മുടെ കൂട്ടാൻ റെഡിയായി. പരിപ്പ് മുരിങ്ങക്കായും ചാറ് കറി, ഇടിയഞ്ചക്ക ഉപ്പേരി, പപ്പടം വറുത്തത്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നാളെ വരാം. ബൈ.